ഒരേ കോഴ്സ്, ഒരേ വിദ്യാർത്ഥി, പക്ഷേ രണ്ട് വ്യത്യസ്ത രാജ്യങ്ങൾ. ഒരിടത്ത് പഠിക്കാൻ ചെലവ് 65 ലക്ഷം രൂപ, മറ്റൊരിടത്ത് വെറും 18 ലക്ഷം രൂപ. ഒരിടത്ത് പഠനം കഴിഞ്ഞ് 3 വർഷം അവിടെ ജോലി ചെയ്യാം, മറ്റൊരിടത്ത് വെറും 18 മാസം മാത്രം. ഒരേ ബിരുദം, പക്ഷേ ഒരാൾ കടം വീട്ടി ജീവിതം കെട്ടിപ്പടുക്കുന്നു, മറ്റേയാൾ കടത്തിൽ കുടുങ്ങുന്നു. വ്യത്യാസം ഒന്ന് മാത്രം, അവർ തിരഞ്ഞെടുത്ത രാജ്യം. സത്യം ഇതാണ്, കോഴ്സിനേക്കാൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാജ്യമാണ് പലപ്പോഴും നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന 5 രാജ്യങ്ങൾ താരതമ്യം ചെയ്യും: കാനഡ, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, അയർലൻഡ്, ന്യൂസിലൻഡ്. ഇതാണ് നിങ്ങളുടെ പണം ശരിക്കും തിരികെ തരുന്നത്. ഒരു കാര്യം ആദ്യമേ പറയട്ടെ, 2025-ൽ വിദേശത്ത് പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞു. കാരണം ഏറ്റവും ജനപ്രിയമായ രാജ്യങ്ങൾ പോലും ഇപ്പോൾ നിയമങ്ങൾ കർശനമാക്കുകയാണ്. ഫീസ് കൂട്ടുന്നു, വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കുന്നു, പഠനശേഷമുള്ള ജോലി സമയം വെട്ടിക്കുറയ്ക്കുന്നു. അതുകൊണ്ട് 5 വർഷം മുൻപ് ശരിയായിരുന്ന ഉപദേശം ഇന്ന് തെറ്റാകാം. പണ്ട് സുരക്ഷിതമെന്ന് കരുതിയിരുന്ന രാജ്യങ്ങൾ ഇന്ന് അത്ര സുരക്ഷിതമല്ല. ചെലവിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കണം. ട്യൂഷൻ ഫീസ് മാത്രമല്ല ചെലവ്. അതിനൊപ്പം താമസം, ഭക്ഷണം, ആരോഗ്യ ഇൻഷുറൻസ്, വിസ ഫീസ്, വിമാന ടിക്കറ്റ്, ആദ്യത്തെ കുറച്ച് മാസത്തെ ജീവിത ചെലവ്, ഇവയെല്ലാം കൂട്ടണം. പലപ്പോഴും ട്യൂഷനേക്കാൾ കൂടുതലാണ് ഈ ബാക്കി ചെലവുകൾ. അതുകൊണ്ട് ഞാൻ പറയുന്ന കണക്കുകൾ ഒരു വർഷത്തെ മൊത്തം ചെലവാണ്, എല്ലാം കൂട്ടിയത്. ഒരു കാര്യം കൂടി, സ്കോളർഷിപ്പ് കിട്ടുന്നവർ വളരെ കുറവാണ്. ഭൂരിഭാഗം കുടുംബങ്ങളും വായ്പയെടുത്താണ് ഈ പണം കണ്ടെത്തുന്നത്. അതുകൊണ്ട് ഈ ചെലവ് തിരികെ കിട്ടുമോ എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനം. ആദ്യം, ഇന്ത്യക്കാരുടെ 1-ാം നമ്പർ രാജ്യം കാനഡ. ഒരു വർഷത്തെ മൊത്തം ചെലവ് ഏകദേശം 23 മുതൽ 41 ലക്ഷം രൂപ വരെ, കനേഡിയൻ ഡോളറിൽ പറഞ്ഞാൽ 37,000 മുതൽ 65,000 വരെ. പക്ഷേ ഇവിടെ ആദ്യത്തെ കടമ്പ അകത്ത് കടക്കുന്നത് തന്നെയാണ്. 2026-ൽ കാനഡ പുതിയ വിദ്യാർത്ഥി വിസകളുടെ എണ്ണം കുത്തനെ കുറച്ചു. അതായത് നേരത്തെ എളുപ്പത്തിൽ കിട്ടിയിരുന്ന അഡ്മിഷനും വിസയും ഇന്ന് അത്ര എളുപ്പമല്ല. പഠിക്കുന്നതിനിടയിൽ ആഴ്ചയിൽ 24 മണിക്കൂർ വരെ ജോലി ചെയ്യാം. അതുകൊണ്ട് ജീവിതച്ചെലവിൻ്റെ ഒരു ഭാഗം സ്വയം കണ്ടെത്താം. പഠനം കഴിഞ്ഞാൽ 3 വർഷം വരെ അവിടെ തങ്ങി ജോലി ചെയ്യാനുള്ള അനുമതി കിട്ടും. 5 രാജ്യങ്ങളിൽ ഏറ്റവും ദൈർഘ്യമുള്ള സമയമാണിത്. പക്ഷേ ഈ ജോലി അനുമതി കിട്ടാൻ 2026-ൽ കാനഡ 2 പുതിയ വ്യവസ്ഥകൾ കൊണ്ടുവന്നു. ഒന്ന്, IELTS പോലുള്ള ഒരു ഇംഗ്ലീഷ് പരീക്ഷയിലൂടെ ഒരു നിശ്ചിത നിലവാരത്തിൽ ഇംഗ്ലീഷ് അറിയാമെന്ന് തെളിയിക്കണം. 2, ഡിപ്ലോമ പോലുള്ള ചില കോഴ്സുകൾ പഠിച്ചവർക്ക് ഈ അനുമതി കിട്ടണമെങ്കിൽ കാനഡയ്ക്ക് ജോലിക്കാരെ ആവശ്യമുള്ള മേഖലയിലായിരിക്കണം ആ കോഴ്സ്. ഉദാഹരണത്തിന് ആരോഗ്യം, നഴ്സിംഗ്, നിർമ്മാണ ജോലികൾ, കൃഷി, ഗതാഗതം പോലുള്ള മേഖലകൾ. ബിരുദം പഠിച്ചവർക്ക് ഈ രണ്ടാമത്തെ നിയന്ത്രണമില്ല. അവർക്ക് ഏത് വിഷയവുമാകാം. ജോലി കിട്ടിയാൽ ഒരു തുടക്കക്കാരൻ്റെ ശമ്പളം ഏകദേശം 60,000 കനേഡിയൻ ഡോളർ, അതായത് വർഷം ഏകദേശം 36 ലക്ഷം രൂപ. പക്ഷേ ഈ ശമ്പളം മുഴുവൻ കയ്യിൽ കിട്ടില്ല. നികുതിയും അവിടുത്തെ ഉയർന്ന ജീവിതച്ചെലവും കഴിഞ്ഞ് ബാക്കിയുള്ളതിൽ നിന്നാണ് വായ്പ തിരിച്ചടയ്ക്കേണ്ടത്. സ്ഥിരതാമസത്തിൻ്റെ കാര്യത്തിൽ കാനഡ ഇപ്പോഴും മുന്നിലാണ്. നല്ല വിദ്യാഭ്യാസം, ജോലി പരിചയം, ഇംഗ്ലീഷ് പ്രാവീണ്യം എന്നിവയ്ക്ക് പോയിന്റ് നൽകുന്ന ഒരു സമ്പ്രദായത്തിലൂടെ. ചുരുക്കത്തിൽ, സ്ഥിരതാമസത്തിന് ഏറ്റവും നല്ല വഴി കാനഡയാണ്, പക്ഷേ അകത്ത് കടക്കാൻ ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ രാജ്യം ബ്രിട്ടൻ. ബ്രിട്ടന്റെ ഏറ്റവും വലിയ ആകർഷണം ഒരു വർഷം കൊണ്ട് മാസ്റ്റർ ബിരുദം പൂർത്തിയാക്കാം എന്നതാണ്. മറ്റ് രാജ്യങ്ങളിൽ ഇത് 2 വർഷമെടുക്കും. ചെലവ് ഏകദേശം 35 മുതൽ 50 ലക്ഷം രൂപ വരെ. ബ്രിട്ടീഷ് പൗണ്ടിൽ ട്യൂഷൻ മാത്രം 15,000 മുതൽ 30,000 വരെ. ഒരു വർഷം കൊണ്ട് പഠനം കഴിയുന്നതുകൊണ്ട് ഒരു വർഷത്തെ താമസച്ചെലവും സമയവും ലാഭിക്കാം എന്നതാണ് നേട്ടം. പക്ഷേ ഒരു വലിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ പഠനശേഷം 2 വർഷം അവിടെ തങ്ങി ജോലി ചെയ്യാം. എന്നാൽ 2027 ജനുവരി മുതൽ അത് 18 മാസമായി കുറയും. അതായത് ജോലി കണ്ടെത്താൻ കുറച്ച് സമയമേ കിട്ടൂ. കൂടാതെ ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ ഭാര്യയോ ഭർത്താവിനെയോ കുട്ടികളെയോ കൂടെ കൊണ്ടുപോകാൻ അനുവാദമില്ല. കുടുംബമായി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഒരു വലിയ തിരിച്ചടിയാണ്. ജോലി കിട്ടിയാൽ എഞ്ചിനീയറിംഗ്, ടെക്നോളജി പോലുള്ള മേഖലയിൽ തുടക്ക ശമ്പളം ഏകദേശം 30,000 പൗണ്ട്, വർഷം ഏകദേശം 32 ലക്ഷം രൂപ. പക്ഷേ കഴിഞ്ഞ ഭാഗത്തിൽ കണ്ടതുപോലെ ബിരുദ നിലവാരമുള്ള ജോലി കിട്ടാൻ ബ്രിട്ടനിൽ ഇന്ന് ബുദ്ധിമുട്ടാണ്. പലരും കുറഞ്ഞ ജോലികളിലാണ്. അതുകൊണ്ട് ബ്രിട്ടൻ വേഗത്തിലുള്ള ഒരു ബിരുദത്തിന് നല്ലതാണ്. പക്ഷേ പഠനശേഷം അവിടെ തങ്ങാനും സ്ഥിരതാമസമാകാനുമുള്ള വഴി ഇടുങ്ങി വരികയാണ്. മൂന്നാമത്തെ രാജ്യം ഓസ്ട്രേലിയ. ഇവിടെ ചെലവ് കൂടുതലാണ്. ഒരു വർഷം ഏകദേശം 37 മുതൽ 65 ലക്ഷം രൂപ വരെ. 5ലും ഏറ്റവും ചെലവേറിയ രാജ്യങ്ങളിലൊന്ന്. വിസ് ഫീസ് തന്നെ ലോകത്തിലെ ഏറ്റവും ഉയർന്നതാണ്. 2026 ജൂലൈ മുതൽ 2,500 ഓസ്ട്രേലിയൻ ഡോളർ, അതായത് ഏകദേശം 1.5 ലക്ഷം രൂപ വിസ അപേക്ഷയ്ക്ക് മാത്രം. ഇന്ത്യൻ അപേക്ഷകർക്ക്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ളവർക്ക് കൂടുതൽ കർശനമായ പരിശോധനയുമുണ്ട്.
പഠനശേഷം 2 മുതൽ 3 വർഷം വരെ അവിടെ തങ്ങി ജോലി ചെയ്യാം. പക്ഷേ ഒരു പുതിയ നിബന്ധന ശ്രദ്ധിക്കണം. ഈ അനുമതിക്ക് അപേക്ഷിക്കാൻ പ്രായം 35 വയസ്സിന് താഴെയായിരിക്കണം. നേരത്തെ ഇത് 50 വയസ്സ് വരെയായിരുന്നു. അതുകൊണ്ട് പ്രായം കൂടിയവർ, ജോലി പരിചയമുള്ളവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇംഗ്ലീഷ് പരീക്ഷയുടെ നിലവാരവും കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു വലിയ നേട്ടമുണ്ട്: ശമ്പളം. ഓസ്ട്രേലിയയിൽ ഒരു തുടക്കക്കാരന്റെ ശരാശരി ശമ്പളം ഏകദേശം $90,000 വരെ, വർഷം ഏകദേശം 50 ലക്ഷം രൂപ. 5 രാജ്യങ്ങളിൽ ഏറ്റവും ഉയർന്നത്. സ്ഥിരതാമസ വഴികളും നല്ലതാണ്. ചുരുക്കത്തിൽ, ചെലവും കടമ്പകളും ഏറ്റവും കൂടുതൽ, പക്ഷേ ശമ്പളവും ഏറ്റവും കൂടുതൽ. ശരിക്കും വൈദഗ്ധ്യമുള്ള 35 വയസ്സിന് താഴെയുള്ള ഒരാൾക്ക് ഓസ്ട്രേലിയ മൂല്യമുള്ളതാണ്. 4ാമത്തെ രാജ്യം അയർലൻഡ്. ഇതിപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ അതിവേഗം പ്രചാരം നേടുന്ന ഒരു രാജ്യമാണ്. ചെലവ് താരതമ്യേന കുറവാണ്, ഏകദേശം 25 മുതൽ 40 ലക്ഷം രൂപ വരെ. ഏറ്റവും വലിയ നേട്ടം ഇതാണ്: മാസ്റ്റർ ബിരുദം കഴിഞ്ഞാൽ 2 വർഷം അവിടെ തങ്ങി ജോലി അന്വേഷിക്കാം, ജോലി ചെയ്യാം. ബ്രിട്ടനേക്കാൾ കൂടുതൽ സമയം. ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യമാണ്. ഗൂഗിൾ, ഫൈസർ പോലുള്ള വലിയ ടെക്നോളജി, മരുന്ന് കമ്പനികളുടെ കേന്ദ്രവുമാണ്. തുടക്ക ശമ്പളം ഏകദേശം €40,000, വർഷം ഏകദേശം 37 ലക്ഷം രൂപ. ഒരു നല്ല ജോലി കിട്ടിയാൽ ഏകദേശം €38,000 മുകളിൽ ശമ്പളവും. IT, എഞ്ചിനീയറിംഗ്, ആരോഗ്യം പോലുള്ള മേഖലയിലുമാണെങ്കിൽ സ്ഥിരതാമസത്തിലേക്കുള്ള വഴി വേഗത്തിലാണ്. ഇന്ന് അയർലൻഡിലെ സർവകലാശാലകളിൽ ഏറ്റവും കൂടുതൽ വിദേശ വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്നാണ്. ചെലവും തങ്ങാനുള്ള സമയവും കൂട്ടിനോക്കിയാൽ മാസ്റ്റർ ബിരുദത്തിന് അയർലൻഡ് ഏറ്റവും മൂല്യമുള്ളതാണ്. പക്ഷേ ജോലികൾ കൂടുതലും ഡബ്ലിൻ നഗരത്തിലാണ്, വീട്ടുവാടകയും ഉയർന്നതാണ്. 5ാമത്തെ രാജ്യം ന്യൂസിലൻഡ്. 5ലും ഏറ്റവും കുറഞ്ഞ ചെലവ് ഇവിടെയാണ്. ഒരു വർഷം ഏകദേശം 18 മുതൽ 30 ലക്ഷം രൂപ വരെ. കുറഞ്ഞ ബജറ്റുള്ള കുടുംബങ്ങൾക്ക് ഇത് ഒരു ആശ്വാസമാണ്. പഠിക്കുന്നതിനിടയിൽ ആഴ്ചയിൽ 25 മണിക്കൂർ വരെ ജോലി ചെയ്യാം, മറ്റ് പല രാജ്യങ്ങളെക്കാളും കൂടുതൽ. പഠനശേഷം 3 വർഷം വരെ അവിടെ തങ്ങി ജോലി ചെയ്യാനുള്ള അനുമതിയും കിട്ടും. തുടക്ക ശമ്പളം ഏകദേശം $60,000, വർഷം ഏകദേശം 30 ലക്ഷം രൂപ. ന്യൂസിലൻഡിന് ആവശ്യമുള്ള ജോലികളുടെ ഒരു പട്ടികയുണ്ട്: എഞ്ചിനീയറിംഗ്, ആരോഗ്യം, നിർമ്മാണം, IT, അധ്യാപനം. ഈ പട്ടികയിലുള്ള ജോലി കിട്ടിയാൽ സ്ഥിരതാമസത്തിലേക്കുള്ള വഴി വ്യക്തമാണ്. കുറഞ്ഞ ചെലവ്, നല്ല ജോലി അവകാശങ്ങൾ, വ്യക്തമായ സ്ഥിരതാമസ വഴി, ഇതെല്ലാം നേട്ടങ്ങൾ. പക്ഷേ ഇതൊരു ചെറിയ രാജ്യമാണ്, ജോലികൾ കുറവാണ്. നിങ്ങളുടെ മേഖല ആ പട്ടികയിലുണ്ടെങ്കിൽ മാത്രമേ ഇത് ശരിക്കും ഗുണം ചെയ്യൂ. ചെറിയ ബജറ്റുള്ള, ക്ഷമയോടെ കാത്തിരിക്കാൻ തയ്യാറുള്ള ഒരാൾക്ക് ന്യൂസിലൻഡ് ഏറ്റവും അനുയോജ്യമായ രാജ്യമാണ്. ഇനി എല്ലാം ഒന്ന് ചേർത്ത് നോക്കാം. ഏറ്റവും കുറഞ്ഞ ചെലവ് വേണമെങ്കിൽ ന്യൂസിലൻഡ്, അയർലൻഡ്. ഒരു വർഷം കൊണ്ട് വേഗത്തിലുള്ള ബിരുദം വേണമെങ്കിൽ ബ്രിട്ടൻ. ഏറ്റവും ഉയർന്ന ശമ്പളവും ശക്തമായ സ്ഥിരതാമസ വഴിയും വേണമെങ്കിൽ ഓസ്ട്രേലിയ, കാനഡ. പഠനശേഷം കൂടുതൽ കാലം തങ്ങണമെങ്കിൽ കാനഡ, ന്യൂസിലൻഡ്, അയർലൻഡ്. പക്ഷേ ഓർക്കുക, കാനഡ, ബ്രിട്ടൻ, ഓസ്ട്രേലിയ എന്നിവ ഇപ്പോൾ വാതിലുകൾ ചെറുതാക്കുകയാണ്. അയർലൻഡും ന്യൂസിലൻഡും വാതിലുകൾ കൂടുതൽ തുറക്കുകയാണ്. അപ്പോൾ ഏത് രാജ്യമാണ് നല്ലത്? ഈ ചോദ്യത്തിന് എല്ലാവർക്കും ഒരൊറ്റ ഉത്തരമില്ല. പ്രശസ്തി മാത്രം നോക്കി രാജ്യം തിരഞ്ഞെടുക്കരുത്. ഒരു ലളിതമായ കണക്ക് ചെയ്യുക. നിങ്ങൾ മുടക്കുന്ന പണം എത്ര, അവിടെ കിട്ടുന്ന ശമ്പളം എത്ര, എത്ര വർഷം കൊണ്ട് ആ പണം തിരികെ കിട്ടും. 2-3 വർഷം കൊണ്ട് തിരികെ കിട്ടുമെങ്കിൽ അത് നല്ല തീരുമാനമാണ്. ഉദാഹരണത്തിന് 40 ലക്ഷം രൂപ മുടക്കി വർഷം 50 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ജോലി ലഭിച്ചാൽ ആ നിക്ഷേപം വേഗം തിരികെ കിട്ടും. പക്ഷേ അതേ 40 ലക്ഷം മുടക്കി കുറഞ്ഞ ജോലി മാത്രം കിട്ടിയാൽ ആ കണക്ക് ഒരിക്കലും ഒത്തുപോകില്ല. കൂടെ എത്ര കാലം അവിടെ തങ്ങാമെന്നതും നോക്കണം. ഓർക്കുക, ശരിയായ രാജ്യം എന്നത് ഏറ്റവും പ്രശസ്തമായതല്ല, നിങ്ങളുടെ കോഴ്സിനും ബജറ്റിനും ലക്ഷ്യത്തിനും ചേരുന്നതാണ്. അടുത്ത ഭാഗത്തിൽ യൂറോപ്പിലെ കുറഞ്ഞ ചെലവുള്ള രാജ്യങ്ങൾ നമ്മൾ പരിശോധിക്കും. ജർമ്മനി പോലുള്ളവ. അവിടെ ട്യൂഷൻ ഏതാണ്ട് സൗജന്യമാണ്. ഈ വീഡിയോ ഒരു രക്ഷിതാവിനെങ്കിലും ഷെയർ ചെയ്യൂ. കേരള ഡീകോഡഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. കണ്ടതിന് നന്ദി.